ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ ഉദ്യാനങ്ങളെ പറ്റിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് ദേശീയ ഉദ്യാനങ്ങളെ പറ്റിയുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളിലൂടെ ഒഴുകുന്ന നദികളെ കുറിച്ചാണ്. ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ് എന്ന് പറയുന്നത്. 1936 നിലവിൽ വന്നത്. ഈ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? രാംഗംഗയായിരിക്കണം. രാംഗംഗ ഗംഗയുടെ ഒരു പോഷക നദിയായിട്ട് പരിഗണിക്കുന്ന നദിയാണ് രാംഗംഗ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. ഇനി മറ്റൊരു ദേശീയ ഉദ്യാനമാണ് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം. എവിടെയാണ് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം? ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കബനി എന്ന് പറയുന്നത്. കർണാടകയിലെ ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് കബനി എന്നാണ്. നമുക്ക് അടുത്ത ദേശീയ ഉദ്യാനത്തിലേക്ക് പോവാം. അടുത്ത ദേശീയ ഉദ്യാനമാണ് ദിബ്രു സൈഖോവ. ദിബ്രു സൈഖോവ. ദിബ്രു സൈഖോവ നാഷണൽ പാർക്ക് എവിടെയാണ്? ആസാമിലാണ്. ആസാമിലെ ദിബ്രു സൈഖോവ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര നദിയാണ് ആസാമിലെ ദിബ്രു സൈഖോവ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി. അടുത്ത ദേശീയ ഉദ്യാനമാണ് ഗിർ ദേശീയ ഉദ്യാനം. ഗിർ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗിർ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഹിരൺ എന്ന് പറയുന്നത്. ഗിർ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഹിരണാണ്. അടുത്ത ദേശീയ ഉദ്യാനമാണ് അൻഷി ദേശീയ ഉദ്യാനം. കർണാടകയിലെ അൻഷി ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് കാളി. കർണാടകയിലെ അൻഷി ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കാളി എന്ന് പറയുന്നത്. അടുത്ത ഒരു ദേശീയ ഉദ്യാനം ഒഡീഷയിലാണ്. ഒഡീഷയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ദേശീയ ഉദ്യാനമാണ്. അതിന്റെ പേരാണ് ഭിട്ടാർ കർണിക എന്ന് പറയുന്നത്. ഭിട്ടാർ കർണിക. ഭിട്ടാർ കർണിക ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ബ്രാഹ്മണി നദി. ഒഡീഷയിലെ ഭിട്ടാർ കർണിക ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് ബ്രാഹ്മണി എന്ന് പറയുന്നത്. അടുത്ത ദേശീയ ഉദ്യാനം ബീഹാറിലാണ്. ബീഹാറിലെ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് വാൽമീകി ദേശീയ ഉദ്യാനം. വാൽമീകി ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഗണ്ഡക് അല്ലെങ്കിൽ ഗന്ദകി എന്ന് പറയുന്ന നദി. ബീഹാറിലെ വാൽമീകി ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഗന്ദക് എന്ന് പറയുന്നത്. നാരായണി എന്ന പുരാണങ്ങളിൽ അറിയപ്പെടുന്ന നദിയാണ് ഗന്ദക് എന്ന് പറയുന്നത്. അടുത്ത ദേശീയ ഉദ്യാനമാണ് മധ്യപ്രദേശിലെ പന്ന ദേശീയ ഉദ്യാനം. മധ്യപ്രദേശിലെ പന്ന ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കെൻ എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ പന്ന ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കെന്ന. അടുത്ത ദേശീയ ഉദ്യാനമാണ് ജൽദപ്പാറ ദേശീയ ഉദ്യാനം. ജൽദപ്പാറ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ ജൽദപ്പാറ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ടോർസ നദി. ടോർസ നദിയുടെ പേരാണ് ടോർസ എന്ന് പറയുന്നത്. അടുത്തത് മത്സര പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മധ്യപ്രദേശിലെ കൻഹ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മധ്യപ്രദേശിലെ കൻഹ ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ എന്ന് പറയും. നദിയുടെ പേരാണ് നർമ്മദ എന്ന് പറയും. ഇനി നമുക്ക് മറ്റു ചില കാര്യങ്ങളിലേക്ക് പോവാം. ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങള് പലപ്പോഴും ഒരു ദേശീയ ഉദ്യാനത്തിന്റെ പേര് തന്നിട്ട് അത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ ആകെ 106 ദേശീയ ഉദ്യാനങ്ങളാണ്. ഈ 106 എണ്ണത്തിനും പ്രാധാന്യമുണ്ട്. എന്നാലും സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒഴിവാക്കാൻ പറ്റാത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി പോവാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് അറിഞ്ഞു വെക്കുക. ആദ്യം നമ്മൾ പഠിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ദേശീയ ഉദ്യാനമാണ് വെങ്കിടേശ്വര ദേശീയ ഉദ്യാനം. വെങ്കിടേശ്വര ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശ് ആണ്. ഇനി ആന്ധ്രാപ്രദേശിലെ മറ്റൊരു ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് പാപികൊണ്ട ദേശീയ ഉദ്യാനം. 2 ദേശീയ ഉദ്യാനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് വെങ്കിടേശ്വര ദേശീയ ഉദ്യാനം. രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് പാപികൊണ്ട ദേശീയ ഉദ്യാനം. പാപികൊണ്ട. ഈ 2 ദേശീയ ഉദ്യാനങ്ങളും ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ്.
അടുത്ത സംസ്ഥാനമാണ് നമുക്ക് പഠിക്കാനുള്ളത് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട രണ്ട് ദേശീയ ഉദ്യാനങ്ങളാണ്. ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് നന്ദഫ ദേശീയ ഉദ്യാനം, നന്ദഫ അല്ലെങ്കിൽ നന്ദഫ ദേശീയ ഉദ്യാനം. രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് മൗളിംഗ് ദേശീയ ഉദ്യാനം. അപ്പൊ മൗളിംഗ് ദേശീയ ഉദ്യാനം ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. നന്ദഫ ചോദിച്ചാലും എവിടെ തന്നെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ദേശീയ ഉദ്യാനങ്ങളെ പറ്റിയാണ്. ആസാമിലെ എല്ലാ ദേശീയ ഉദ്യാനങ്ങളും വളരെയധികം പ്രാധാന്യമുള്ളത് തന്നെയാണ്. ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് കാസിരംഗ ദേശീയ ഉദ്യാനം. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കാസിരംഗ ദേശീയ ഉദ്യാനം എവിടെയാണ്? കാസിരംഗ ദേശീയ ഉദ്യാനം ആസാമിലാണ്. മനാസ് ദേശീയ ഉദ്യാനം, മനാസ് ദേശീയ ഉദ്യാനവും ആസാമിലാണ്. നമേരി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഒറാങ് ആണ്. ഒറാങ്ങും എവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ്. ദിബ്രു സൈക്കോവ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആസാമിൽ തന്നെയാണ്. റൈമോണ ദേശീയ ഉദ്യാനം, റൈമോണ നാഷണൽ പാർക്കും എവിടെ തന്നെയാണ്? ആസാമിൽ തന്നെയാണ്. അപ്പോൾ ആസാമിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ് കാസിരംഗ, മനാസ്, നമേരി, ഒറാങ്, ദിബ്രു സൈക്കോവ, റൈമോണ എന്നിവ കൃത്യമായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാം. അടുത്ത സ്റ്റേറ്റ് ആണ് ബീഹാർ എന്ന് പറയുന്നത്. ബീഹാറിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് വാൽമീകി ദേശീയ ഉദ്യാനം. ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനമാണ് വാൽമീകി ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പോകുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ട ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ഇന്ദ്രാവതി ദേശീയ ഉദ്യാനം. ഒരു നദിയുടെ പേരുകൂടിയാണ് ഇന്ദ്രാവതി എന്ന് പറയുന്നത്. ആ പേരിൽ അവിടെ ഒരു ദേശീയ ഉദ്യാനമുണ്ട്. ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ഇന്ദ്രാവതി ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് ഗുരു ഘാസിദാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ദേശീയ ഉദ്യാനങ്ങളും എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദേശീയ ഉദ്യാനങ്ങളാണ് ഇന്ദ്രാവതി ദേശീയ ഉദ്യാനം, ഗുരു ഘാസിദാസ് ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. ഇനി ഗോവ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നമുക്ക് പഠിക്കേണ്ട ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ഭഗവാൻ മഹാവീർ ദേശീയ ഉദ്യാനം. ഭഗവാൻ മഹാവീർ ദേശീയ ഉദ്യാനം എവിടെയാണ്? ഗോവയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുന്ന സമയത്ത് ഗുജറാത്തിലെ ദേശീയ ഉദ്യാനമാണ് ഗിർ ദേശീയ ഉദ്യാനവും ബ്ലാക്ക് ബക്ക് ദേശീയ ഉദ്യാനവും. രണ്ട് ദേശീയ ഉദ്യാനങ്ങൾ പഠിച്ചു വെക്കുക. ആദ്യത്തെ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ഗിർ ദേശീയ ഉദ്യാനം. രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ് ബ്ലാക്ക് ബക്ക് ദേശീയ ഉദ്യാനം. ഇത് രണ്ടും എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോവാം. ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ഹരിയാനയിലെ ദേശീയ ഉദ്യാനമാണ് സുൽത്താൻപൂർ ദേശീയ ഉദ്യാനം. സുൽത്താൻപൂർ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സുൽത്താൻപൂർ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലെ ദേശീയ ഉദ്യാനമാണ്. ഇനി ദേശീയ ഉദ്യാനങ്ങൾക്ക് പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ദേശീയ ഉദ്യാനമാണ് ഗ്രേറ്റ് ഹിമാലയൻ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഹിമാലയൻ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിമാചൽ പ്രദേശിലാണ് ഗ്രേറ്റ് ഹിമാലയൻ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കർണാടകയിലേക്ക് പോവാം. കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ദേശീയ ഉദ്യാനമാണ് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം. ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കർണാടകയിലാണ്. ഇനി കർണാടകയിലെ മറ്റു ചില ദേശീയ ഉദ്യാനങ്ങൾ കൂടി നമുക്ക് നോക്കിയിട്ട് പോവാം. അടുത്ത ദേശീയ ഉദ്യാനമാണ് ബെന്നാർഘട്ട് ദേശീയ ഉദ്യാനം. ബെന്നാർഘട്ട് ദേശീയ ഉദ്യാനം, അൻഷി ദേശീയ ഉദ്യാനം, നാഗർഹോളെ ദേശീയ ഉദ്യാനം. അപ്പോൾ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങൾ എവിടത്തെയാണ്? കർണാടകയിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം, ബെന്നാർഘട്ട് ദേശീയ ഉദ്യാനം, അൻഷി ദേശീയ ഉദ്യാനം, നാഗർഹോളെ ദേശീയ ഉദ്യാനം. ഇതിൽ പലതും PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് കണ്ടുവരാറുള്ള ദേശീയ ഉദ്യാനങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട ദേശീയ ഉദ്യാനങ്ങൾ തന്നെയാണ്. അടുത്തത് മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവാം. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ഏകദേശം 11 ദേശീയ ഉദ്യാനങ്ങളാണ് മധ്യപ്രദേശിൽ മാത്രമായിട്ടുള്ളത്. നമുക്ക് പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളുടെ പേരുകൾ പഠിച്ചു പോവാം. ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് കൻഹ ദേശീയ ഉദ്യാനം. കൻഹ ദേശീയ ഉദ്യാനം മധ്യപ്രദേശിലാണ്. മാധവ് ദേശീയ ഉദ്യാനം, മാധവ ദേശീയ ഉദ്യാനവും മധ്യപ്രദേശിലാണ്. പെഞ്ച് ദേശീയ ഉദ്യാനം മധ്യപ്രദേശിലാണ്. സഞ്ജയ് ദേശീയ ഉദ്യാനം മധ്യപ്രദേശിൽ തന്നെയാണ്. അപ്പോൾ മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ് കൻഹ ദേശീയ ഉദ്യാനം, മാധവ് ദേശീയ ഉദ്യാനം,
പെഞ്ച് ദേശീയ ഉദ്യാനം, സഞ്ജയ് ദേശീയ ഉദ്യാനം എന്നിവ. ഇനി ഒരു 3 പേരൂടെ പഠിക്കുക. സത്പുര ദേശീയ ഉദ്യാനം, പന്ന ദേശീയ ഉദ്യാനം. സത്പുര ദേശീയ ഉദ്യാനം, പന്ന ദേശീയ ഉദ്യാനം, കുനോ ദേശീയ ഉദ്യാനം. സത്പുര ദേശീയ ഉദ്യാനം, പന്ന ദേശീയ ഉദ്യാനം, കുനോ ദേശീയ ഉദ്യാനം. ഇവയെല്ലാം ഏത് സ്റ്റേറ്റിൽ തന്നെയാണ്? മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ തന്നെയാണ്. ഇനി മണിപ്പൂരിലേക്ക് പോകുന്ന സമയത്ത്, വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂർ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ലോകത്തിൽ ഒഴുകുന്ന ഒരേ ഒരു ദേശീയ ഉദ്യാനം. ലോകത്ത് ഒഴുകുന്ന ഒരേ ഒരു ദേശീയ ഉദ്യാനം ഏതാണ്? അതിന്റെ പേര് കീബുൾ ലംജാബോ എന്ന് പറയുന്ന ദേശീയ ഉദ്യാനം. കീബുൾ ലംജാബോ എന്ന് പറയുന്ന ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ലോകത്ത് ഒഴുകുന്ന ഒരേ ഒരു ദേശീയ ഉദ്യാനമാണ് കീബുൾ ലംജാബോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റിലെ തന്നെ മറ്റൊരു സ്റ്റേറ്റ് ആയിട്ടുള്ള മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവാം. മേഘാലയയിൽ നമുക്ക് പഠിക്കേണ്ട ദേശീയ ഉദ്യാനങ്ങളാണ് നൊക്രക് ദേശീയ ഉദ്യാനം, നൊക്രക് ദേശീയ ഉദ്യാനവും ബാൽഫാക്രം ദേശീയ ഉദ്യാനവും. 2 ദേശീയ ഉദ്യാനത്തിന്റെ പേരുകൾ പഠിക്കുക. ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. നൊക്രക് ദേശീയ ഉദ്യാനവും ബാൽഫാക്രം ദേശീയ ഉദ്യാനവും എവിടെയാണ്? മേഘാലയയിലാണ്. ഇനി മേഘാലയയോട് അടുത്ത് കിടക്കുന്ന മറ്റൊരു സ്റ്റേറ്റ് ആണ് മിസോറാം എന്ന് പറയുന്നത്. നോർത്ത് ഈസ്റ്റ് ഒരു സ്റ്റേറ്റ് ആണ് മിസോറാം എന്ന് പറയുന്നത്. മിസോറാമിലെ ദേശീയ ഉദ്യാനങ്ങളാണ് മുർലിൻ ദേശീയ ഉദ്യാനവും ബ്ലൂ മൗണ്ടൻ ദേശീയ ഉദ്യാനവും. അപ്പോൾ നമ്മൾ പറഞ്ഞ മുർലിൻ ദേശീയ ഉദ്യാനവും ബ്ലൂ മൗണ്ടൻ ദേശീയ ഉദ്യാനവും ഏത് സ്റ്റേറ്റിലാണ്? മിസോറാമിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് പോവാം. മഹാരാഷ്ട്രയിൽ നമുക്ക് പഠിക്കാനുള്ള 2 പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ് തഡോബ ദേശീയ ഉദ്യാനവും ചന്ദോളി ദേശീയ ഉദ്യാനവും. തഡോബ ദേശീയ ഉദ്യാനവും ചന്ദോളി ദേശീയ ഉദ്യാനവും മഹാരാഷ്ട്രയിൽ പഠിച്ചു വെക്കുക. ഇനി നോർത്ത് ഈസ്റ്റിലെ മറ്റൊരു സംസ്ഥാനമായിട്ടുള്ള നാഗാലാൻഡിലേക്ക് പോവുകയാണെങ്കിൽ നാഗാലാൻഡിലെ ദേശീയ ഉദ്യാനമായിട്ടുള്ള ഇന്ദാങ്കി ദേശീയ ഉദ്യാനം. നാഗാലാൻഡിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ദേശീയ ഉദ്യാനമാണ് ഇന്ദാങ്കി ദേശീയ ഉദ്യാനം. പഠിച്ചു വെക്കണം, 1 മാർക്ക് കിട്ടും. ഇനി അടുത്തത് കേരളത്തിന്റെ സമീപ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് പോകുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ആദ്യം പഠിച്ചു വെക്കേണ്ട ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ഗിണ്ടി ദേശീയ ഉദ്യാനം. ഗിണ്ടി ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ മറ്റു ദേശീയ ഉദ്യാനങ്ങളാണ് ഗൾഫ് ഓഫ് മാന്നാർ ദേശീയ ഉദ്യാനം. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മറൈൻ ദേശീയ ഉദ്യാനങ്ങളിൽ ഒന്നാണ് ഗൾഫ് ഓഫ് മാന്നാർ ദേശീയ ഉദ്യാനം. അത് തമിഴ്നാട്ടിലാണ്. മുതുമലൈ ദേശീയ ഉദ്യാനം, മുതുമലൈ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അണ്ണാമലൈ ദേശീയ ഉദ്യാനം, മുതുമലൈ, അണ്ണാമലൈ ദേശീയ ഉദ്യാനങ്ങൾ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനങ്ങളാണ് ഗിണ്ടി ദേശീയ ഉദ്യാനം, മാന്നാർ ദേശീയ ഉദ്യാനം, മാന്നാർ എന്ന് പറഞ്ഞാൽ ഗൾഫ് ഓഫ് മാന്നാർ ആണ്, മുതുമലൈ ദേശീയ ഉദ്യാനം, അണ്ണാമലൈ ദേശീയ ഉദ്യാനം എന്നിവയെല്ലാമാണ്. ഇനി തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് തെലങ്കാനയിലെ 2 പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങൾ പഠിച്ചു വെക്കുക. ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയ ഉദ്യാനം. എങ്ങനെയായിരുന്നു പേര്? കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയ ഉദ്യാനം ഏത് സ്റ്റേറ്റിലാണ്? തെലങ്കാനയിലാണ്. മൃഗവാണി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മുൻകാല ചോദ്യമാണ്. മൃഗവാണി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നത്. ഇനി അവിടെ മറ്റൊരു ദേശീയ ഉദ്യാനം കൂടിയുണ്ട്, അധികം പ്രാധാന്യമില്ല, എന്നാൽ ചില സമയത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ പേരാണ് മഹാവീർ ഹരിണ വനസ്ഥലി ദേശീയ ഉദ്യാനം. മഹാവീർ ഹരിണ വനസ്ഥലി ദേശീയ ഉദ്യാനം ഏത് സ്റ്റേറ്റിലാണ്? തെലങ്കാനയിലാണ്. ഇനി അടുത്ത സ്റ്റേറ്റ് ആണ് സിക്കിം എന്ന് പറയുന്നത്. സിക്കിമിലെ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. മുന്നോട്ട് പോകാം നമുക്ക്. ത്രിപുര, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനമാണ് ത്രിപുര എന്ന് പറയുന്നത്. ത്രിപുരയിലെ ദേശീയ ഉദ്യാനങ്ങൾ 2 നമുക്ക് പഠിച്ചു വെക്കണം. ആദ്യത്തതിന്റെ പേരാണ് ക്ലൗഡഡ് ലെപ്പേർഡ് ദേശീയ ഉദ്യാനം. ക്ലൗഡഡ് ലെപ്പേർഡ് ദേശീയ ഉദ്യാനം എവിടെയാണ്? ത്രിപുരയിലാണ്. ബൈസൺ ദേശീയ ഉദ്യാനം എവിടെയാണ്? ത്രിപുരയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് ഉത്തരാഖണ്ഡിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ദേശീയ ഉദ്യാനത്തിന്റെ പേര്, അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് ജിം കോർബെറ്റ് ദേശീയ ഉദ്യാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. നന്ദാദേവി ചോദിച്ചിട്ടുണ്ട്. നന്ദാദേവി ദേശീയ ഉദ്യാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്.
വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനം. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. രാജാജി ദേശീയ ഉദ്യാനം. രാജാജി ദേശീയ ഉദ്യാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഗംഗോത്രി ദേശീയ ഉദ്യാനം. ഗംഗോത്രി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ദേശീയ ഉദ്യാനങ്ങളാണ് ജിം കോർബറ്റ്, നന്ദാദേവി, വാലി ഓഫ് ഫ്ലവേഴ്സ്, രാജാജി, ഗംഗോത്രി എന്നിവ. ഇനി ഉത്തർപ്രദേശിലേക്ക് പോകുന്ന സമയത്ത് ഒരു ദേശീയ ഉദ്യാനത്തിന്റെ പേര് നമുക്ക് പഠിച്ചാൽ മതി. ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനമാണ് ദുധ്വ ദേശീയ ഉദ്യാനം. ദുധ്വ ദേശീയ ഉദ്യാനം ഏത് സ്റ്റേറ്റിലാണ്? ഉത്തർപ്രദേശിലാണ്. വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ദേശീയ ഉദ്യാനത്തിന്റെ പേര് പഠിക്കാനുണ്ട്. സുന്ദർബൻസ് ദേശീയ ഉദ്യാനം. വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനമാണ് ഇത്, സുന്ദർബൻസ് എന്ന് പറയുന്നത്. ഇനി വെസ്റ്റ് ബംഗാളിലെ മറ്റൊരു ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ബുക്സ ദേശീയ ഉദ്യാനം, ജൽദപ്പാറ ദേശീയ ഉദ്യാനം. ബുക്സ ദേശീയ ഉദ്യാനം, ജൽദപ്പാറ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? അത് വെസ്റ്റ് ബംഗാളിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ്. അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ആ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് മഹാത്മാഗാന്ധി മറൈൻ ദേശീയ ഉദ്യാനം. മഹാത്മാഗാന്ധി മറൈൻ ദേശീയ ഉദ്യാനം എവിടെയാണ് എന്ന് ചോദിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ഇനിയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒരേപോലെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു 3 ദേശീയ ഉദ്യാനങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് നോർത്ത് ബട്ടൺ ദ്വീപ് ദേശീയ ഉദ്യാനം, നോർത്ത് ബട്ടൺ ഐലൻഡ് ദേശീയ ഉദ്യാനം. അടുത്തത് മിഡിൽ ബട്ടൺ ഐലൻഡ് ദേശീയ ഉദ്യാനം. ഇനിയും അടുത്തത് സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയ ഉദ്യാനം. ഒരേപോലെ പഠിച്ചു വെക്കാം. നോർത്ത് ബട്ടൺ ദേശീയ ഉദ്യാനം, സൗത്ത് ബട്ടൺ ദേശീയ ഉദ്യാനം, മിഡിൽ ബട്ടൺ ദേശീയ ഉദ്യാനം. ഇതെല്ലാം എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഇനിയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനമാണ് മൗണ്ട് ഹാരിയറ്റ് ദേശീയ ഉദ്യാനം. മൗണ്ട് ഹാരിയറ്റ് ദേശീയ ഉദ്യാനം എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ചേർത്ത് വെച്ച് പഠിക്കണം. സാഡിൽ പീക്കും റാണി ഝാൻസി റാണി ദേശീയ ഉദ്യാനവും എവിടെ തന്നെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. സാഡിൽ പീക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഓർത്തു വെച്ചേക്കണം. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കണം. ഇനി മറ്റൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ജമ്മു കാശ്മീരിലേക്ക് പോകുന്ന സമയത്ത് 2 പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് സലീം അലി ദേശീയ ഉദ്യാനം. സലീം അലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ദച്ചിങ്ങാം ദേശീയ ഉദ്യാനം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ ജമ്മു കാശ്മീരിലെ 2 പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ് സലീം അലി ദേശീയ ഉദ്യാനവും ദച്ചിങ്ങാം ദേശീയ ഉദ്യാനവും എന്ന് പറയുന്നത്. ഇനിയും ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ്. ഏതാണ് അതിന്റെ പേര്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനത്തിന്റെ പേരാണ് ഹെമിസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനമാണ് ഹെമിസ്. എവിടെയാണ്? ലഡാക്കിലാണ് കേട്ടോ. ലഡാക്കിലാണ്. അപ്പോൾ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആകെ 106 ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ 106 എണ്ണത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് തീർത്തും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ദേശീയ ഉദ്യാനത്തിന്റെ പേരുകളാണ് പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഏത് ദേശീയ ഉദ്യാനമാണ് ചോദിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ഉദ്യാനങ്ങളാണ്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. ഏവർക്കും നന്ദി.